ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. മലപ്പുറം എടവണ്ണയിൽ വൻ ആയുധവേട്ട. 20 എയർ ഗണ്ണുകളും 3 റൈഫിളുകളും ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. 200-ലധികം വെടിയുണ്ടകളും 40 പെലറ്റ് ബോക്സും കണ്ടെത്തിയിട്ടുണ്ട്. എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വൻ ആയുധശേഖരം പിടികൂടിയിരിക്കുന്നത്. വീട്ടുടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് വിവരങ്ങൾ? വിപിൻ, ശ്രീജിത്തെ, എടവണ്ണ പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എടവണ്ണ അരീക്കോട് റോഡിലുള്ള ഒരു വീട്ടിൽ പരിശോധന നടത്തിയത്. വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച വലിയ ആയുധ ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. ഉണ്ണിക്കമ്മദ് എന്നുള്ള ആളുടെ വീട്ടിലാണ് ഈ പരിശോധന നടത്തിയത്. അതിൽ ആദ്യഘട്ടത്തിൽ വീടിന്റെ മുകൾ വശത്ത് തന്നെയുള്ള പരിശോധനയിൽ ഒരു റൈഫിളും അവിടെ നിന്ന് 40ഓളം ഉണ്ടകളും ഒരു ഗണ്ണും കണ്ടെത്തിയിട്ടുണ്ട്. എയർ ഹാംസുകൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി. അതിനുശേഷം താഴെ ഭാഗത്ത് വീടിന്റെ ഷട്ടർ ഇട്ട താഴെ ഭാഗത്തുള്ള പരിശോധനയിലാണ് അവിടെ 20ഓളം എയർ ഗണ്ണുകളും 40 പെലറ്റ് ബോക്സുകളും ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഈ തിരകളോ അല്ലെങ്കിൽ ഇത്രത്തോളം ആയുധങ്ങളോ സൂക്ഷിക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലൈസൻസ് ഉണ്ട്. അത് ഒരു തോക്കും വളരെ കുറച്ച് തിരകളും സൂക്ഷിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. മറ്റെല്ലാം തന്നെ അനധികൃതമായി സൂക്ഷിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. ഇതിലാണിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവ എവിടെ നിന്ന് എത്തിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള പരിശോധന വേണം എന്നുള്ളത് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്, ഈ ഉണ്ണിക്കമ്മദ് എന്നുള്ള പ്രതിയെ. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുക. ഇത്രയും തിരകൾ എവിടെ നിന്ന് ലഭിച്ചു, ഇത് എവിടെ നിന്നാണ് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് തുടങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഇപ്പോൾ 3 റൈഫിളുകളും ഒപ്പം തന്നെ 20-ലേറെ എയർ ഗണ്ണുകളും ഉണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവ എവിടെ നിന്ന് അനധികൃതമായി ചെറിയ ഒരു ലൈസൻസിന്റെ മറവിൽ കൂടുതലായിട്ടുള്ള വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. പരിശോധനകൾ തുടരും എന്നുള്ളത് കൂടി എടവണ്ണ പോലീസ് അറിയിക്കുന്നുണ്ട്. അറിയിച്ചിട്ട് വിപിൻ, ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇങ്ങനെ ഇത്രയും അധികം നാടൻ തോക്കുകൾ, അതുപോലെ 20ഓളം എയർ ഗണ്ണുകൾ, അതുപോലെ 3 റൈഫിളുകൾ, 200-ലധികം വെടിയുണ്ടകൾ, ഇതൊക്കെ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തുക, അയാൾക്ക് തന്നെ അതിന് പര്യാപ്തമായ ലൈസൻസും ഇല്ല എന്നുള്ളത് പ്രശ്നമാണ്. ഈ വിൽപ്പനയ്ക്കായാണോ ഇത് ഇയാൾ ഇവിടെ കൊണ്ടുവച്ചത്? അത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം പോലീസിനുണ്ടോ? ആർക്കൊക്കെ വിറ്റു, അങ്ങനെയൊക്കെയുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ടോ പോലീസ്? വിപിൻ, തീർച്ചയായിട്ടും ഇത് വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചു എന്നുള്ളതാണ്. ഈ വിൽപ്പന നടത്തിയ ചിലരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയ ആളുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. ഇങ്ങനെ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ആദ്യം വീട്ടിന്റെ മുകൾ വശത്ത് നിന്നാണ് ആയുധങ്ങളും തിരകളും ലഭിച്ചത്. പിന്നീട് താഴെ വശത്തേക്ക് പോയപ്പോഴാണ് വലിയൊരു ഗോഡൌൺ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത്രയും ഏറെ ആയുധങ്ങളും തിരകളും ഇയാൾ സൂക്ഷിച്ചിരിക്കുന്നു, അവ വിൽപ്പന നടത്തുന്നു എന്നുള്ള വിവരമുള്ളത്. അപ്പോൾ ആർക്കൊക്കെ അത് നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇത് എവിടെ നിന്ന് ഇത്രയും വലിയ ഒരു അളവിൽ ആയുധം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ തിരകളുടെ അതിന്റെ മറ്റ് സ്ഥിരീകരണങ്ങൾ, അതിന്റെ പഴക്കങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി പോലീസ് കടക്കുന്നുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതായിരിക്കും പ്രാഥമികമായി പോലീസ് ചെയ്യുന്നത്. കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളായിട്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം കൂടുതലായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ വരുമെന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇത്ര വലിയൊരു അളവിൽ ഇവ ലഭിക്കുന്നത് തന്നെ ഈ ഒരു എടവണ്ണ മേഖലയിൽ ആദ്യമായിട്ടാണ്. മറ്റു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? ഇത് ഏറെ നാളായി ഇങ്ങനെ വിൽപ്പന നടക്കുന്നതാണോ? എന്താണ് ഇയാളുടെ ജോലി, എന്താണ് അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പോലീസ് വിശദീകരിക്കുന്നുണ്ടോ വിപിൻ? ഇല്ല, ഉണ്ണിക്കമ്മദ് എന്നുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. ഇങ്ങനെ ആയുധങ്ങൾ ഇയാൾ വിറ്റിട്ടുണ്ട്. ഇതിന് ചെറിയ ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റാരും ഇതുമായി ബന്ധപ്പെട്ട് സംശയിച്ചിരുന്നില്ല. ഇയാൾക്ക് പൂർവികമായിട്ട് കിട്ടിയ തോക്കാണ് എന്നുള്ളതും പ്രാഥമികമായി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഒരു ലൈസൻസിന്റെ മറവിലാണ് ഇത്ര വലിയ അളവിൽ ആയുധങ്ങൾ കൊണ്ടുവയ്ക്കുകയും തിരകൾ കൊണ്ടുവയ്ക്കുകയും അവ വിൽപ്പന നടത്തുകയും ചെയ്തത്. ഇയാളിൽ നിന്ന് വാങ്ങിയ ആളുകളെ പോലീസ് പിടികൂടുകയും അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിലേക്ക് പോലീസ് ഒരു തിരച്ചിലെത്തുകയും ചെയ്തത്. അതിൽ നിന്നാണ് ഇത്ര വലിയ അളവിൽ തന്നെ ഇവ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. എടവണ്ണയിലാണ് വലിയ ആയുധവേട്ട ഉണ്ടായിരിക്കുന്നത്. 20 എയർ ഗണ്ണുകൾ, 3 റൈഫിളുകൾ, അതുപോലെ 200-ലധികം വെടിയുണ്ടകൾ, 40 പെലറ്റ് ബോക്സ്, ഇതൊക്കെയാണ് ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടുടമസ്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.